1 വയസ്സുകാരി സന്ധ്യയും 1.5 വയസ്സുകാരി യോജിതയും ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ചത്. അതിൽ യോജിതയ്ക്ക് സെപ്റ്റംബർ 7-നാണ് പനി തുടങ്ങിയത്. തൊട്ടടുത്ത ക്ലിനിക്കിൽ നിന്ന് മരുന്ന് വാങ്ങി, പക്ഷേ സ്ഥിതി വഷളായി. വൃക്കയ്ക്ക് ഗുരുതരമായ അണുബാധയുണ്ടെന്ന് പിന്നാലെ കണ്ടെത്തി. രക്ഷിതാക്കൾ കുഞ്ഞിനെ നാഗ്പൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മധ്യപ്രദേശിലെ ചികിത്സയിൽ വിശ്വാസം വരാതെയാണ് കൂടുതൽ രക്ഷിതാക്കൾ കുട്ടികളുമായി നാഗ്പൂരിലേക്ക് എത്തിയത്. അവിടെ എത്തിച്ച കുട്ടികളും പിന്നീടുള്ള ദിവസങ്ങളിൽ മരിക്കുകയായിരുന്നു. ഇതിൽ നിന്നുള്ള പരിശോധനയിലാണ് മരുന്നിലെ മായം കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ മായം കണ്ടെത്തിയത് തന്നെ ഏറെ ദുരൂഹമായ വഴികൾ കടന്നാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ശേഖരിച്ച സാമ്പിളുകളിൽ ഒന്നിലും അപകടകരമായതൊന്നുമില്ലെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ തമിഴ്നാട്ടിലെ നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് അത്യന്തം ആപത്കരമായ കണ്ടെത്തൽ ഉണ്ടായത്. ആ മരുന്നിൽ ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ 48.6% ഉണ്ടെന്നായിരുന്നു ആ കണ്ടെത്തൽ. കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാൻ ഇതിൽ 10-1 മാത്രം മതിയാകും. അതീവ ഗുരുതരമായ ആ കണ്ടെത്തൽ ഇന്ത്യയിലെ എത്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു? രക്ഷിതാക്കളെ ഭയപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് മയപ്പെടുത്തിയത് എന്ന വിശദീകരണവുമായി ആരും ഇനി ഈ വഴി വരരുത്. ഗാംബിയയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ സമ്മതിക്കാതിരുന്ന തെറ്റ് ഇപ്പോഴും തുറന്നു പറയാൻ മടിക്കുകയാണ് ഇന്ത്യൻ സംവിധാനങ്ങൾ.